നിലമ്പൂരിൽ തീപാറും പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നിലമ്പൂരിനെ ഇളക്കിമറിച്ച് എം സ്വരാജിന്റെ റോഡ് ഷോ. കൊട്ടിക്കലാശം ആവേശമാക്കാനാണ് മുന്നണികളുടെ തീരുമാനം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, 22 ദിവസം നീണ്ടുന്ന പ്രചാരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. വലിയ തരത്തിലുള്ള 22 ദിവസം കേരളം കണ്ടത് ഒരുപക്ഷെ നെറികെട്ട ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട ചില കള്ളം പറച്ചിലുകൾ, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ അടക്കം പറഞ്ഞ നുണ പ്രചാരണങ്ങൾ, ഇതെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി കണ്ടതാണ്. ഏതായാലും മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സ്വീകരണ പരിപാടികളിൽ, ഗൃഹസന്ദർശനങ്ങളിലൊക്കെ തന്നെ അത് വ്യക്തമാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ റോഡ് ഷോ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ മുന്നണികളും വലിയ തരത്തിലുള്ള ആവേശത്തിലാണ്. എല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയമാണെന്ന് പറയുന്നെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത് ഇടതുപക്ഷമാണ്. അത് വികസനത്തിൻ്റെ, അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയുടെയൊക്കെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നുണപ്രചരണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു നിലമ്പൂരിൽ കാണുകയും ചെയ്തത്. ഇപ്പോൾ എങ്ങനെയാണ് എം സ്വരാജിന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് 6 മണിയോട് കൂടിയാണല്ലോ കൊട്ടിക്കലാശം. ഒപ്പം തന്നെ മറ്റു മുന്നണികളുടെ പ്രചാരണ പരിപാടികൾ, റോഡ് ഷോകൾ എങ്ങനെയാണ്? സിജു, രാവിലെ 9 മണിയോടെ തന്നെ ഇന്ന് കലാശക്കൊട്ട്, LDF-ന്റെ കലാശക്കൊട്ട് റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു നാരേക്കാവിലുള്ള കുറച്ച് സഖാക്കളോടൊപ്പമാണ്. അവർ വലിയ ആവേശത്തിൽ ഒരു തുറന്ന ജീപ്പിൽ ഈ ആവേശമൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ വരികയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു ആവേശം ചോദിക്കാം. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ? വലിയ ആവേശമാണോ? അടിപൊളി ആവേശമാണ്. ഇവിടെ എന്തായാലും സ്വരാജേട്ടൻ ജയിക്കും. എന്താ കാരണം? എന്താ, നമ്മുടെ വികസനം കണ്ടില്ല, അതിന് തുടർച്ച വേണം. പിണറായി സർക്കാരിന് പിന്നെ തുടർച്ച വേണം. അതിൻ്റെ ഭാഗമായിട്ട് വികസനങ്ങൾ പറഞ്ഞാണ് LDF വോട്ട് പറയുന്നത്. മറ്റ് ആളുകൾ ഇവിടെ പിന്നെ വർഗീയ ആളുകളെ കൂട്ടുപിടിച്ചിട്ട് വോട്ട് എടുക്കുമ്പോൾ LDF വികസനവും മതേതരത്വത്തിൻ്റെ മുഖമായിട്ടുള്ള സ്വരാജേട്ടനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ വികസനം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകളൊക്കെ ഒരു പ്രതികരണം? ആവേശത്തോടെ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന വഴികളിലൊക്കെ ഒരുപാട് ആളുകൾ ആവേശത്തോടെ സ്വരാജേട്ടനെ അഭിവാദ്യം ചെയ്ത് കണ്ട് കൈകാട്ടുകയാണ്. ഒരുപാട് സ്ത്രീകളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴികളിൽ. പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ ആവേശം? അല്ല, ഒരിക്കലും അല്ല. പാർട്ടിക്ക് പുറമെ ഇപ്രാവശ്യം സ്വരാജേട്ടനും പാർട്ടിക്കും കൃത്യമായിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സ്വരാജേട്ടന് പിന്തുണയുണ്ട്. പേരെന്താ? ഷഫീഖ്. എങ്ങനെയാണ് ഈ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട്? ആവേശം നല്ല ആവേശമാണ്. ഇന്നിപ്പോ വൈകുന്നേരം വരെ ഇതിന്റെ പുറകിലുണ്ടോ? ഉണ്ട്. വൈകിട്ട് നിലമ്പൂരിലുണ്ടാവും? നിലമ്പൂരിലുണ്ടാവും. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആളുകളോടൊക്കെ പറഞ്ഞിരുന്നത്? എന്താണ് ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ? എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകുമ്പോഴേ ആളുകളൊക്കെ പറയുന്നത് എന്താണ്? സ്വരാജ് ജയിക്കും. എന്താ കാരണം? എന്താ പറയുന്നത്? കാരണം ഇത്രയും ജനങ്ങളില്ലേ. 5 വർഷം ആര്യാടം ഭരിച്ച ഒരു മണ്ഡലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. ഈ റോഡ് ഇവിടെ ടാറിങ് കഴിഞ്ഞത് 5 വർഷം 7 വർഷം മുമ്പാണ്. LDF വന്നതോടുകൂടിയാണ് ഇവിടെയുള്ള വൈക്കടവ് എന്നല്ല, ഈ നിലമ്പൂർ മലയോര മേഖലയിലുള്ള മുഴുവൻ റോഡുകളും നന്നായത് ഈ LDF സർക്കാരിന്റെ കാലത്താണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു പിന്നെ വാഹനങ്ങൾ വരെ പിന്നെ വരാൻ 35 വർഷം മുമ്പ് ആര്യാടം ഭരിച്ച സമയത്ത് ഇവിടെ വല്ലായിരുന്നു. ഈ റോഡ് ഇങ്ങനെ ആയതും വലിയ ഞങ്ങൾക്ക് സ്വപ്നം കാണാത്ത രീതിയിൽ വന്ന LDF സർക്കാരിന്റെ ഇതിലാണ്. അപ്പോൾ തീർച്ചയായും വലിയൊരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. വൻ ഭൂരിപക്ഷത്തോടു കൂടി സ്വരാജ് വിജയിച്ചു വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാ വാഹനം ഓടിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് രാവിലെ ഒന്ന് നേരത്തെ വന്ന് വണ്ടിയൊക്കെ തള്ളി സ്റ്റാർട്ടാക്കി? രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. കാരണം അതൊരു പ്രചോദനമല്ലേ നമുക്ക്. നമുക്കൊരു ആവേശമാണ് ഈ ഒരു ഇലക്ഷൻ. എല്ലാ മീഡിയക്കാരും, എല്ലാ MLA-മാരും എല്ലാവരും ഇവിടെ ഒറ്റ നോക്കിക്കൊണ്ട് നമ്മളെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഒരു ഓണം തന്നെ പറയാം. നമുക്ക് കുറെ കാലങ്ങളായിട്ട് ഒരു ഓണം തന്നെയാണ് ഇവിടെ. ഒരു ഉത്സവം. പാർട്ടി ലീഡേഴ്സിനൊക്കെ കണ്ടില്ല, എല്ലാവരും ഇനി കാണാൻ ആരും ബാക്കി ഉണ്ടാവില്ല. ഇല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എന്തായിരുന്നു ഈ പ്രചരണത്തിലേക്ക് ഒരു സാഹചര്യങ്ങൾ? എന്തായിരുന്നു സാഹചര്യം? കുഴപ്പമില്ല. കാലാവസ്ഥ നമ്മളെ അനുകൂലമാണ്. ഇതാണ്, പക്ഷേ പ്രശ്നമില്ല. തീർച്ചയായും വലിയൊരു മുടി കെട്ടിയ കാലാവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ ആവേശം ഇതൊന്നും ബാധിക്കുന്നതല്ല അല്ലേ? കാലാവസ്ഥ ഞങ്ങൾക്കൊരു വിഷയമല്ല. സ്വരാജേട്ടൻ്റെ ജയം, അതിനുവേണ്ടി ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ചതിച്ചു പോയ അൻവറിനൊരു മറുപടി, അതാണ് ഞങ്ങളതിൽ ഇലക്ഷന്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ എല്ലാവർക്കും, കൂട്ടുകാർക്കൊക്കെ വലിയ ആവേശം ഉണ്ടാക്കി. അതെ അതെ അതെ, ഞങ്ങളെ സ്കൂളിൽ പഠിച്ചാണ് സ്വരാജേട്ടൻ. എൻ്റെയൊക്കെ ജ്യേഷ്ഠന്മാരുടെ കൂടെ പഠിച്ചാണ്.
അതുപോലെ ഈ നാട്ടിൽ പഠിച്ച എല്ലാ നാട്ടുകാരായിട്ടുള്ള സ്വരാജേട്ടൻ്റെ ആ ബന്ധം അത് തോട്ടായിട്ട് മാറും. സ്വരാജേട്ടനെ പോലൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയതിൽ ഞങ്ങൾ അത്രയും സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഒരു നാട് മുഴുവൻ സ്വരാജേട്ടൻ്റെ കൂടെ ഉണ്ട്. സ്വരാജേട്ടൻ്റെ ജയത്തിനായി ഞങ്ങൾ അഹോരാത്രം പ്രയത്നിക്കും. ഇന്നത്തെ ഇനി പരിപാടികൾ എന്തൊക്കെയാണ്? മുഴുവൻ സമയത്തിന്റെ പുറകെ ഉണ്ടാവും. ഞങ്ങളൊരു 10-20 ദിവസമായിട്ട് ഞങ്ങൾ ഫുൾ ടൈം സ്വരാജേട്ടൻ്റെ കൂടെ ഉണ്ട്. ഒരു 10-20 ദിവസമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ്, സ്വരാജേട്ടൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ഇന്നത്തെ സമയം എന്ന് പറയുന്നത് റോഡ് ഷോ നിലമ്പൂർ അവസാനിക്കും. അത് കഴിഞ്ഞാൽ കലാശക്കൊട്ട് ഇന്നോടുകൂടി പ്രചാരണം കഴിയല്ലേ. സാധാ 10-20 ദിവസം പറയുമ്പോൾ ഈ ആളുകളോടൊക്കെ ഇങ്ങനെ കുറെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് മണ്ഡലത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ? മണ്ഡലത്തിൽ ഈ 9 വർഷത്തെ വികസനം, ഒരു നാടിന് വേണ്ടിയ, ഒരു സാധാരണക്കാർക്ക് വേണ്ടിയ ഒരു സർക്കാരാണിത്. റോഡ്, സ്കൂള്, സാധാരണക്കാർക്കുള്ള ലൈഫ് ഭവന പദ്ധതി, അതുപോലെ പെൻഷൻ കൈക്കൂലിയ എന്ന് പറഞ്ഞ കോൺഗ്രസിനുള്ള ഒരു മറുപടിയും കൂടി ആയിരിക്കും ഈ ഒരു ഇലക്ഷൻ.